ബീഹാർ നിയമസഭാ ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. നമുക്കിതിനെ എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നടത്തിയ വോട്ട് ചോരി യാത്ര ഉൾപ്പെടെ ബീഹാറിന്റെ മണ്ണിൽ വലിയ പ്രതിഫലനം സൃഷ്ടിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ കണക്കൂട്ടൽ. ഞാനൊരു കണക്ക് പറയാം. അതായത് ബീഹാറിലെ 241 അംഗ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 200-ലധികം സീറ്റിലേക്ക് NDAയുടെ ലീഡ് വർദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ബീഹാറിനകത്ത് ഭരണവിരുദ്ധ വികാരമില്ല. നിതീഷ് കുമാർ സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അതിനെയെല്ലാം തന്നെ തള്ളുന്ന തരത്തിലുള്ള ഫലമാണ് ബീഹാറിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ബീഹാറിൽ NDAക്ക്, അതായത് പ്രത്യേകിച്ച് ജനതാദൾ യുണൈറ്റഡിനും BJPക്കും ശക്തമായ ഒരു കൊടുങ്കാറ്റ്, നിതീഷ് കുമാർ അനുകൂല, മോഡി അനുകൂല കൊടുങ്കാറ്റാണ് അവിടെ ആഞ്ഞടിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വെച്ച സംസ്ഥാന സർക്കാർ അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ഇത് സ്ത്രീകൾക്കിടയിൽ വോട്ടായി മാറി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ള യുവാക്കളുടെ വോട്ടുകൾ അവിടെ ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ബീഹാറിൽ പ്രചരണം നടത്തിയത്. ജൻസിയെ ഒപ്പം കൂട്ടുമെന്നാണല്ലോ രാഹുൽ പറഞ്ഞത്. തീർച്ചയായും ജൻസിയെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞു, ഒരു പരിധി വരെ കഴിഞ്ഞു. പക്ഷേ വോട്ട് സ്പ്ലിറ്റായി മാറുകയും അത് NDAക്ക് അനുകൂലമായി മാറുകയും അത് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച പല വിഷയങ്ങളും, അല്ലെങ്കിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യം ഉയർത്തിക്കാണിച്ച പല വിഷയങ്ങളും അവിടെ ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്ന് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ജാതി രാഷ്ട്രീയത്തിന് കൃത്യമായ സ്വാധീനമുള്ള മണ്ണാണ് ബീഹാറിന്റെ മണ്ണ്. അവിടെ യാദവ വോട്ടുകളും മുന്നോക്ക വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒരുമിച്ച് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പെട്ടിയിലെത്തുമെന്നായിരുന്നു കണക്ക് കൂട്ടിയത്. എന്നാൽ അത്തരത്തിൽ എത്തിയില്ല. മുന്നോക്ക വോട്ടുകൾ BJPക്ക് പിടിക്കാൻ കഴിഞ്ഞു, യാദവ വോട്ടുകൾ ഇടിവ് വന്നു എന്ന് തന്നെയാണ് കണക്കുകൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വരെ BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞു. കോൺഗ്രസിന് പലയിടത്തും അടിപതറുന്ന കാഴ്ച, ഈ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ കൃത്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം അവിടെയുള്ള താഴെ തട്ടിലേക്ക് എത്തിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി RJD തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിലെ RJDക്ക് കൃത്യമായ സ്വാധീനമുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് മത്സരിച്ച പല സീറ്റുകളിലും RJDയുടെ പ്രവർത്തകന്മാർ കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. കോൺഗ്രസ് പ്രവർത്തകർ രാവ് പകലാക്കി അവിടെ കൃത്യമായി RJDക്ക് വേണ്ടി, ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാവ് പകലാക്കി ജോലി ചെയ്തപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ മറ്റു പാർട്ടിക്കാർ അത്രത്തോളം ആത്മാർത്ഥത കാണിച്ചില്ല എന്നാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ബീഹാർ ദേശീയ രാഷ്ട്രീയത്തിൽ ബീഹാർ വലിയ മുന്നേറ്റം സൃഷ്ടിക്കും, കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചത്. പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ രാജ്യത്തെ വലിയ സംസ്ഥാനങ്ങൾ, അതായത് കേരളം, തമിഴ്നാട്, ആസാം, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി, 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയെല്ലാം ഈ ബീഹാറിന്റെ വിധി ഒരു തരംഗമായി മാറും. അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു വിധിയെഴുത്താണെങ്കിൽ, ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു വിധിയെഴുത്താണെങ്കിൽ അത് BJPയെ പ്രതികൂലമായി ബാധിക്കുമെന്നെല്ലാം വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവിടെ താഴെ തട്ടിലുള്ള വോട്ടുകൾ, അവിടെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ ജനതാദൾ യുണൈറ്റഡിനും BJPക്ക് കഴിഞ്ഞു. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ നിക്ഷേപിച്ചു. അത് മാത്രമല്ല, 65 ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഈ വെട്ടിമാറ്റിയ വോട്ടുകൾ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെയും വോട്ടുകളാണ്. ഇതെല്ലാം അവർക്ക് അനുകൂലമായി മാറി. കൂടാതെ കേന്ദ്ര ഭരണത്തിന്റെയും സംസ്ഥാന ഭരണത്തിന്റെയും എല്ലാ സാഹചര്യങ്ങളും ആനുകൂല്യങ്ങളും ഉപയോഗപ്പെടുത്തി അവർ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. അത് തന്നെയാണ് ബീഹാറിൽ പ്രതിഫലിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം, അദ്ദേഹം തിരികൊളുത്തിയ ആ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോഴും കാലിക പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. വരും ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് പരാജയം, രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞതുപോലെ 1000 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടാലും താൻ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിൽ നിന്ന് ഒരടി പിറകോട്ട് പോകില്ലെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആ മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് പോകും. പക്ഷേ ഒരു ആത്മവിമർശനം കോൺഗ്രസുകാർ നടത്തണം. രാഹുൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യം എത്രത്തോളം പ്രാദേശിക നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന ഒരു ആത്മവിമർശനം കോൺഗ്രസ് നടത്തണം. എന്തായാലും ബീഹാർ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ബീഹാർ രാഷ്ട്രീയത്തിൽ NDAക്ക് അനുകൂലമായി തന്നെ വിധിയെഴുത്തുണ്ടായിരിക്കുന്നു. അവിടെ ഇന്ത്യ സഖ്യം വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്തരം ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം കോൺഗ്രസ് ഉൾക്കൊണ്ടേ മതിയാകൂ. അത് പക്ഷേ ഒരു മോഡി അനുകൂല തരംഗമല്ല, അത് BJP അനുകൂല തരംഗമല്ല, അത് നിതീഷ് കുമാറിന്റെ അവസാനവട്ട ഗിമ്മിക്കുകളിൽ വോട്ടർമാർ വീണു. വോട്ടർമാരെ പണം നൽകി പർച്ചേസ് ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കിറ്റ് കൊണ്ട് അധികാരത്തിലേറാൻ പിണറായി വിജയന് കഴിഞ്ഞതുപോലെ
അത് 10,000 രൂപ കൊടുത്ത് അധികാരത്തിൽ വരാൻ സ്ത്രീ വോട്ടുകളെ പൂർണ്ണമായി എൻ ബ്ലോക്കായി ഒപ്പം ചേർത്തു. കാരണം ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ വാഗ്ദാനങ്ങളല്ല, നടപ്പിലാക്കിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾ അതിനുവേണ്ടി വോട്ട് നൽകി. ഈ 10,000 രൂപ കിട്ടിയ ഒരു സ്ത്രീയുടെ വോട്ട് പോലും എനിക്ക് തോന്നുന്നു പുറത്തേക്ക് പോയിട്ടില്ല. അതൊക്കെ NDAക്ക് അനുകൂലമായാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വന്ന വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തിയിരുന്നു. സീതാദേവിയുടെ അമ്പലം പണിയുമെന്നായിരുന്നു അവിടെ BJPയുടെ പ്രധാന വാഗ്ദാനം. ഇതെല്ലാം ഹിന്ദു ധ്രുവീകരണം ബീഹാറിൽ നടന്നു. ന്യൂനപക്ഷ മേഖലയിൽ പോലും കടന്നു കയറാൻ അവിടെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകും. തീർച്ചയായും ഇടത് കോട്ടകളിലടക്കം കടന്നു കയറിയത് BJPയാണ്. ആ ഇടത് കോട്ടകളിലും പരമ്പരാഗതമായി കോൺഗ്രസിനെയും RJDയും തുണയ്ക്കുന്ന ഇടങ്ങളിലും അടക്കം BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞു. ഇതെല്ലാം 10,000 രൂപയുടെ ആ മാന്ത്രികത അല്ലെങ്കിൽ ആ മാജിക് NDAക്ക് അനുകൂലമായി ബീഹാറിൽ വിധി എഴുതി എന്ന് തന്നെ പറയാൻ കഴിയും. അപ്പൊ ചേട്ടാ, ഇനിയൊരു ചോദ്യം ഉണ്ടല്ലോ, ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? കാര്യം നിതീഷ് കുമാറിന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് നിതീഷ് കുമാറിനെ പിണക്കാൻ BJP തയ്യാറാകില്ല. കാരണം BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും അല്ലെങ്കിൽ BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചാലും നിതീഷ് കുമാറിനെ പിണക്കാൻ BJP തയ്യാറാണ്. കാരണം നിതീഷ് കുമാറിനെ ഇവിടെ പിണക്കിയാൽ അദ്ദേഹം കേന്ദ്രത്തിലുള്ള പിന്തുണ പിൻവലിക്കും. അതുകൊണ്ട് നിതീഷിനെ മുഖ്യമന്ത്രിയാക്കി ഒരു ഡമ്മി മുഖ്യമന്ത്രിയെ നിതീഷിനെ നിലനിർത്തിക്കൊണ്ട് ഭരണം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ബീഹാറിൽ മുന്നോട്ട് പോകും. പക്ഷേ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ബീഹാറിലുള്ളത്. ഈ 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബീഹാറിൽ അഴിമതിയുടെ കൂത്തരങ്ങാകാൻ പോവുകയാണ് ബീഹാർ. അവിടെ ഇന്ത്യ സഖ്യം ഉയർത്തിയ അല്ലെങ്കിൽ മുദ്രാവാക്യം താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ അവിടെ RJDക്കും കോൺഗ്രസിനും കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്തണം. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ RJD പ്രവർത്തകർ ആത്മാർത്ഥമായി കോൺഗ്രസിന് വേണ്ടി ജോലി ചെയ്തില്ല. കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ വിമത സ്ഥാനാർത്ഥികളെ RJD നിർത്തിയിട്ടുണ്ട്. അവിടെ തേജസ്വി യാദവ് അവസാന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന് വാശി പിടിച്ചു. അദ്ദേഹം ഒരു വല്യേട്ടൻ മനോഭാവം അവിടെ കാണിച്ചു. RJD ആണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ബീഹാറിലെ, അത് നമ്മൾ സമ്മതിക്കുന്നു, അതിൽ തർക്കമില്ല. കോൺഗ്രസിനേക്കാൾ ശക്തി RJDക്കാണ്. പക്ഷേ ആ RJD തങ്ങളാണ് വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിച്ചു. അത് കൃത്യമായി ബീഹാറിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ കോൺഗ്രസിന് കൃത്യമായി ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും വോട്ട് ലഭിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ താഴെത്തട്ടിൽ ഏറ്റെടുക്കാൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നതും നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതിയാകും.